നബി റളിയല്ലാഹുവിന്റെ കാലത്ത് പോലും നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന സദ്കർമ്മം ലോപിച്ച് കുറഞ്ഞു വരുന്നുവെന്നും ആ ഒരു മഹത്തായ ദൗത്യം ഓരോരുത്തരും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ ദീനിന്റെ തേജസ്സും ചൈതന്യവും ഇല്ലാതെയായിത്തീരുമെന്നും ഇമാം നബി റളിയല്ലാഹുവിനെ നമ്മൾ ഓർമ്മപ്പെടുത്തുക. പിന്നെ അതിന്റെ ചില രീതികൾ പറയുന്നുണ്ട്. പരസ്യമായി തിരുത്തിയാൽ അത് അദ്ദേഹത്തിന് വിദ്വേഷം വരുമെന്നും, തിരുത്തേണ്ടത് പലരോടും പല രീതിയിലാണെന്നും, സ്വന്തക്കാരാണെങ്കിൽ പോലും മറ്റൊരാളുടെ മുമ്പിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ തിരുത്താൻ പാടില്ലെന്നും ഒക്കെ വളരെ മനഃശാസ്ത്രപരമായ ഇതിന്റെ സമീപനം ഇമാം നബി റളിയല്ലാഹു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഖുർആനിലും ഉടനീളം നമ്മൾ പരിശോധിക്കുക. നിങ്ങളിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം നിലകൊണ്ടിരിക്കണമെന്ന് സൂറത്ത് ആൽ ഇംറാന്റെ 104-ാമത്തെ വാക്യത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. നമ്മളാകുന്ന മനുഷ്യ സമൂഹം, പ്രത്യേകിച്ച് ഉമ്മത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തേക്ക് വന്നത് തന്നെയും ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും നിങ്ങളുടെ ഏറ്റവും നല്ല മഹത്വത്തിന്റെ മാനദണ്ഡം നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമാണെന്നും പരിശുദ്ധ ഖുർആൻ അതേ അധ്യായത്തിന്റെ 110-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ലോകത്തേക്ക് വന്നത് എന്തിനാണ്? ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ.